സോ മുകളിലത്തെ ഗാമ, അതായത് ബൾക്ക് ഡെൻസിറ്റി is 18.5. വാട്ടർ ടേബിൾ ഈസ് അറ്റ് എ ഡെപ്ത് ഓഫ് 2 meter ബിലോ ദ ഗ്രൗണ്ട് സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഗാമ ഡാഷ് സെയിം സോയിലിന് വ്യത്യാസമില്ല. സോ ഗാമ ഡാഷ് വിൽ ബി ഗാമ മൈനസ്, ബട്ട് വി ഡോണ്ട് നോ വെദർ ഇത് ഗാമ തന്നെയാണോ എന്നുള്ളത് നമുക്കൊരു ഡൗട്ട് ഉണ്ട് അല്ലേ. ഇത് ആക്ച്വലി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ല. കാരണം മുകളിലത്തെ ഗാമ തന്നെ താഴത്തെ ഗാമയാകാൻ പറ്റില്ല. എന്തെങ്കിലും കൂടെ എക്സ്ട്രാ സംഭവം തരേണ്ടതായിരുന്നു. ഗാമ സാച്ചുറേറ്റഡും അല്ലല്ലോ മേളിലത്തെ. എന്തോ ഒരു സാധനം മിസ്സിംഗ് ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ. ഫോർ ദ ടൈം ബീങ് വി ക്യാൻ ടേക്ക് ഇറ്റ് as 1 second. ഓക്കെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഗാമ 18.5 തന്നിട്ടുണ്ട്, അത് ബൾക്കാണ്. മുകളിലത്തെ ബൾക്ക് ഉണ്ട്, താഴത്തെ ആക്ച്വലി തന്നിട്ടില്ല. താഴത്തെ ബൾക്ക് ഇവിടുത്തെ ഇപ്പൊ ബൾക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? സാച്ചുറേറ്റഡ് അല്ല, മുകളിൽ സാച്ചുറേറ്റഡ് അല്ല. സോ നിങ്ങളൊരു കാര്യം ചെയ്യുമോ, ഇത് ടീച്ചറിനോട് ഒന്ന് ചോദിക്കുന്നെങ്കിൽ ചോദിച്ചു, ടീച്ചറെ ഇന്നത്തെ ഗാമ സാറ്റ് ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചു നോക്കാം. കാരണം താഴത്തെ ഗാമ സാറ്റ് തരേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ഗാമ ഇത് തന്നെയാ ഗാമ സാറ്റ് തന്നെയാന്ന് വിചാരിച്ചെടുക്കണം. പക്ഷെ മുകളിൽ സാച്ചുറേറ്റഡും അല്ല, എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. സോ ലെറ്റ് ദിസ് ബി ഗാമ സാച്ചുറേറ്റഡ്. നല്ലൊരു ഐഡിയക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം രണ്ടെണ്ണം തരണം, ഗാമ സാച്ചുറേറ്റഡ് കൂടെ തരണമായിരുന്നു. എനിവേ ഒന്ന് ചോദിച്ചു നോക്കണേ, നിങ്ങൾ ടീച്ചറിനോട് ചോദിച്ചു നോക്കണേ, ഇതിൽ 2 ഗാമ തരേണ്ടതല്ലേ എന്ന് ചോദിക്കണം. മേളത്തേന് ഒരു ബൾക്കും താഴത്തെ നമുക്ക് ചെയ്ത് നോക്കാം എന്തോ ആകുമെന്ന്. സോ കെ പി ഇസിക്കൽ ടു ഇത് തന്നെ ഗാമ സാറ്റ് ആയിട്ട് എടുത്തോ നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഗാമ ഡാഷ് എങ്ങനെ കണ്ടുപിടിക്കും? ഗാമ സാറ്റ് മൈനസ് ഗാമ വാട്ടർ ഇറ്റ് ഈസ് ഈക്വൽ ടു 10 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 18.5 മൈനസ് 10 ഇറ്റ് ഈസ് ഈക്വൽ ടു 8.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, 8.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ഗാമ ഡാഷ്. ഇനി നമുക്ക് ഓരോ ഇതിലെടുക്കാം. ഇവിടെ എ, ദിസ് ഇസ് ബി ഡാഷ് വേണോ? വേണ്ട, ബിക്കോസ് ഇത് 2 ലെയർ അല്ല, 5 സെയിമാ. അതുകൊണ്ട് 2 ലെയർ അല്ല. 2 ലെയർ എടുക്കുന്നത് 5 2 ലെയറിലും വ്യത്യാസമാണെങ്കിൽ മാത്രമേ ഉള്ളൂ ബി ഡാഷ് അത് എടുക്കേണ്ടത്. ഓക്കെ, സോ എ പോയിന്റിൽ എന്താണ്? സിഗ്മ വി ബാർ ആൻഡ് സിഗ്മ എച്ച്. ആര് പറയും? അനഘ, വാട്ട് ഈസ് സിഗ്മ വി ബാർ? 0 ആണോ? സർചാർജ് ലോഡ് ഉള്ളപ്പോൾ ഒരിക്കലും വി ബാർ 0 ആവത്തില്ല. സർചാർജ് ലോഡ് ഉണ്ട്, ഇപ്പൊ എന്താ? സർചാർജ് ലോഡ് ഉണ്ട് അവിടെ 20 Q0 മാത്രം. ഓക്കെ, Q0 is not dependent on depth. ഡെപ്ത് എന്തോ ആയിക്കോട്ടെ, Q0 അതുമായിട്ട് ഡിപ്പെൻഡന്റ് അല്ല. അപ്പൊ അവിടെ 20 മാത്രം, ബാക്കിയുള്ള ആൾക്കാരൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ സർചാർജ് ഉണ്ടെങ്കിൽ മേളിൽ 0 എഴുതരുത്, Q0 ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്ത സിഗ്മ എച്ച് എടുക്കുമ്പോ എന്തോ ഫോർമുല? കെ എ അല്ലെങ്കിൽ കെ പി ഇൻറ്റു സിഗ്മ വി ബാർ എന്തോ ആയിക്കോട്ടെ പ്ലസ് 2c റൂട്ട് കെ പി. വൈ പ്ലസ് 2c? നമ്മൾ പാസീവ് ആണ് എടുക്കുന്നത്. ഇവിടെ വെള്ളം ഉണ്ടോ? ഇല്ല, വെള്ളം 2 മീറ്ററിന് താഴെയുള്ളൂ, അതുകൊണ്ട് പിന്നെ വെള്ളത്തിന്റെ ടേം വേണ്ട. ഓക്കെ, ഇനി കെ പി എന്ന് പറയുന്നത് 3 ഇൻറ്റു വാട്ട് ഈസ് സിഗ്മ വി ബാർ? 20, Q0 20. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു സി ഇസ് 15 ഇൻറ്റു 3. എത്ര കിട്ടി? ഭാവന എത്ര കിട്ടി? ആണോ? 150. 150 വേണമെങ്കിൽ ഇവിടെ യൂണിറ്റ് എഴുതാം, കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ മനസ്സിലായോ? മേളിൽ ഉണ്ടായത് കൊണ്ട് ആ പോയിന്റ് 0 വരത്തില്ല, ബിക്കോസ് അവിടെ Q0 ഉണ്ട്. ഇനി ഇവിടെ നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തോ ആ സാധനത്തിനൂടെ കെ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ഓർ മൈനസ്. ഇനി ആക്റ്റീവ് ആണെങ്കിൽ -2c റൂട്ട് കെ,
അത് കഴിഞ്ഞിട്ട് വെള്ളമുള്ള സ്ഥലമാണെങ്കിൽ വെള്ളത്തിന്റെ ടേമും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, നൗ ബി ബി വരുമ്പോഴത്തേക്ക് വാട്ട് ഈസ് സിഗ്മ വി ബാർ? അനുശ്രീ, വാട്ട് ഈസ് സിഗ്മ വി ബാർ? 20 plus 20 plus 18.5 into 2. 18.5 into 2. ഓക്കെ, 18.5 into 2. അവിടെ വെള്ളമില്ല, സോ വെള്ളത്തിന് മൈനസ് ചെയ്യണ്ട. സോ എത്ര കിട്ടും? എത്ര കിട്ടി? 57. 57 kilonewton per meter square. റൈറ്റ്. ഇനി അടുത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്? കാരണം നിങ്ങളുടെ ഒപ്പം ചെയ്തു പോവാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ ചോദിക്കാം. ഇവിടെ സിഗ്മ എച്ച് അപ്പൊ എന്ത് കിട്ടും? നിങ്ങൾക്ക് സിഗ്മ വി ബാർ എന്ത് കിട്ടിയോ അതിന്റെ കൂടെ കെ മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ പ്ലസ് 2c റൂട്ട് കെ പി. ഇവിടെയും വെള്ളത്തിന്റെ കൂട്ടുണ്ടാകാം, കാരണം വെച്ചാൽ വെള്ളം തുടങ്ങുന്നതേ ഉള്ളൂ. സി വരുമ്പോൾ മാത്രം ഇനി വെള്ളത്തിന്റെ കൂട്ടിയാൽ മതി. ഓക്കെ, സോ ഇവിടെ വരുമ്പോഴത്തേക്ക് കെ പി സിഗ്മ വി ബാർ, കെ പി എന്ന് പറയുന്നത് 3 ഇൻറ്റു സിഗ്മ വി ബാർ എന്ന് പറയുന്നത് 57 കിട്ടി, പ്ലസ് 2 ഇൻറ്റു 15 ഇൻറ്റു, ഒരു മിനിറ്റ്, റൂട്ട് കെ പി എന്ന് പറയുമ്പോൾ റൂട്ട് 3 അല്ലേ എടുക്കണ്ടേ? നിങ്ങളും പറഞ്ഞില്ല, ഞാനും ചെയ്തില്ല. റൂട്ട് കെ പി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാനിപ്പോ ലൈവായിട്ട് എഴുതുന്നത് കൊണ്ട് 30 ഇൻറ്റു റൂട്ട് 3. വൺ 1.96 ആണ് കിട്ടിയേ. ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ഞാനത് വിട്ടുപോയി. ഇൻറ്റു റൂട്ട് 3. ഓക്കെ, is equal to 57 into 3 plus 30 into root 3. 22296. ഓക്കെ, ഇത് തന്നെയാണോ? ഇനി സിസിയിലോ? സി വരുമ്പോൾ ആക്ച്വലി ഗാമ സെറ്റ് തരേണ്ടതായിരുന്നു. ഗാമ സെറ്റ് ഏതർ രണ്ടും ഒരുമിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒരിടത്ത് വെള്ളമുള്ള ഗാമയും മറ്റൊരിടത്ത് വെള്ളം ഇല്ലാത്ത ഗാമയുമാണ്. സോ രണ്ടും ഈക്വൽ ആവില്ല. ബട്ട് ഇവിടെ നമുക്ക് ഫോർ ദ ടൈം ബി നമ്മൾ അങ്ങനെ എടുക്കുവാണ്. സോ നിങ്ങൾ ടീച്ചറിനോട് ഡൗട്ട് ചോദിക്കണം. ഒന്നീ നിങ്ങൾ ആൻസർ എഴുതി ടീച്ചറിനെ കാണിക്കണം, ഇങ്ങനെയാണ് ടീച്ചറെ ചെയ്യുന്നതെന്ന്. അല്ലെങ്കിൽ ടീച്ചറിനോടൊന്ന് ഡൗട്ട് ചോദിക്കണേ, ഇവിടെ രണ്ടിടത്ത് രണ്ട് ഗാമ തരണ്ടേ അല്ലേ എന്ന്. ദെൻ സിഗ്മ വി ബാറിന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നെക്സ്റ്റ് ജിബി. സി ആവുമ്പോഴത്തേക്ക് ജിബി ഇല്ലേ? ജിബി പറയുന്നില്ല. ദെൻ സ്വാതി. 20 plus 18.5 into 2 പ്ലസ് plus 8.5. അതെ, 8.5 into 4. ഓക്കെ, നമ്മൾ സിഗ്മ വി ബാർ കണ്ടുപിടിച്ചു. നൗ 20 പ്ലസ് 18.5 into 2. നിങ്ങൾ മടി വിചാരിക്കും, തെറ്റിയാലും കുഴപ്പമില്ല, എന്നാലേ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലയോ എന്ന് അറിയത്തുള്ളൂ. ഇവിടെ വരുമ്പോഴത്തേക്ക് കെ പി ഇൻറ്റു സിഗ്മ വി ബാർ പ്ലസ് 2c ഇൻറ്റു 2c, സി ഇപ്പൊ 15 ഇൻറ്റു റൂട്ട് കെ പി എന്ന് പറയുമ്പോൾ റൂട്ട് 3 പ്ലസ് എന്തും കൂടെ ആഡ് ചെയ്യണം, 10 ഇൻറ്റു നമ്മളുടെ അത്രയും ഹൈറ്റ് 4. ഓക്കെ, അതും കൂടെ ആഡ് ചെയ്യണം. സോ അതാണ് ഇവിടുത്തെ എക്സ്ട്രാ പറയാനുള്ള പോയിന്റ്.
364.961. ഓക്കെ, 961. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും സംഭവങ്ങൾ കിട്ടി. ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് Q0 സിഗ്മ വി ബാറിന്റെ കൂടെ ആഡ് ചെയ്യുക, വെള്ളമുള്ള ഭാഗത്ത് എക്സ്ട്രാ ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ചെയ്യുക. ദെൻ നമുക്ക് വരയ്ക്കാം, പ്രഷർ ഡയഗ്രാം വരയ്ക്കാം. പ്രഷർ ഡയഗ്രാം മേളിൽ Q0 തന്നെ ഉണ്ട്, Q0 തന്നെ ഉണ്ട്. ഇപ്പൊ എത്ര വരും? 111.96, 111.96. അടുത്ത പോയിന്റ് വന്നപ്പോഴത്തേക്ക് ബിയില് 222.96, 222.96. അടുത്ത 364.961, 364.91. അപ്പൊ ഇതില് ടോട്ടൽ ആണ് 222, അതേപോലെ ഇതിന്റെ ടോട്ടൽ ആണ്. അപ്പൊ ഇതിപ്പോ എത്ര വരും? ഇത് ഫുള്ളാണ് 22.96, ഇത് ഫുള്ളാണ് 364.91. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തേ കുറച്ച്, അപ്പോഴത്തേക്ക് ബാക്കി ഞാൻ ആൻസർ അപ്പം പറയാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന സിഗ്മ എച്ച് മൊത്തം ടോട്ടലാ, ഓരോ പോയിന്റിലെ ഇപ്പൊ എ പോയിന്റ്, ബി പോയിന്റ്, സി പോയിന്റിലെ ടോട്ടൽ ആണ് നിങ്ങൾ എഴുതുന്ന ആ ഒരു വാല്യൂ. നിങ്ങളത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിലും നല്ല എളുപ്പമുള്ളൊരു മാർഗം ഉണ്ടായിരുന്നു. ഇത് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. പിന്നെ രണ്ടെണ്ണം കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ. സോ ഇത് ടോട്ടൽ 6, ഇതിപ്പം 364.91 മൈനസ് 11.96, 252.95. Okay. So P is equal to P1 plus P2 is equal to P1 എന്ന് പറയുമ്പോൾ 6 into 111.96 plus P2 എന്ന് പറയുമ്പോഴത്തേക്ക് half into 252.95 into 6. സെപ്പറേറ്റ് എഴുതി വെക്കണേ.
ഇതാണോ നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയണേ, അതല്ല എങ്കിൽ എന്നോട് ചോദിക്കണേ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. So this is P is equal to P1 plus P2. Then how will you find the Z bar? Z bar എങ്ങനെ കിട്ടും? എന്തോ? അതൊരു ട്രയാങ്കിൾ ആണ്. അതെ, 2 ട്രയാങ്കിൾ മൊത്തത്തിൽ. അതൊരു കറക്റ്റ് ആ ഒരു സ്ട്രെയിറ്റ് സൈഡ് ആണ് അന്നേരം അത്. ഓ യാ, യു ആർ റൈറ്റ്, യു ആർ റൈറ്റ്, യു ആർ റൈറ്റ്. അതാ നമ്മള് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത്. യാ, വരച്ചപ്പം. യാ, താങ്ക് യു. അതുകൊണ്ടാണ് നമ്മളത് മുമ്പേ അങ്ങനെ ചെയ്തത് തന്നെ. വരയ്ക്കുമ്പോ ഞാനത് ഇടയ്ക്ക് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരേപോലാണ്. അതിന്റെ സ്ലോപ്പ് വ്യത്യാസമാണ്. നമ്മൾ കാണുമ്പോൾ ഒരേപോലെ ഇരിക്കുമെങ്കിലും ഇനിയിപ്പം മറ്റേത് 1.96. This is 1, 2, 3, 4. അങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് ട്രപ്പീസിയത്തിന്റെ ഏരിയ അറിയാം, ട്രപ്പീസിയത്തിന്റെ സെൻട്രോയിഡ് അറിയാമെങ്കിൽ അങ്ങനെ ചെയ്തു പോവാം കേട്ടോ. 2 ഏരിയ കണ്ടുപിടിക്കേണ്ടി വരത്തില്ല. P2 plus P3 plus P4. First one 1 1, അത് കറക്റ്റാ. Then second one half into 1 1 1 into this is 2 and this is 4. Two അല്ലായിരുന്നു കേട്ടോ. 2 plus P3. P3 എന്ന് പറയുമ്പം 1 1 1 into 4 plus P4 വരുമ്പം half into 141.95 into 4. നിങ്ങൾ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ചെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ? അതർവൈസ് 76 plus 111 plus 444 plus 2 into 141.95 283.9. ഇതാണ് കിട്ടിയത്. ഇതാണ് ഫൈനൽ ആൻസർ. ആരെങ്കിലും ഒന്ന് പറയാവോ? ആണോ അല്ലയോ ഒന്നും പറയോ? അല്ലെങ്കിൽ വേറൊരു ഉത്തരം കിട്ടിയതെന്ന് പറയാവോ? ഇനി വേറെ ആർക്കെങ്കിലും അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ. സെയിം ആണോ? അല്ലെങ്കിൽ ഒരു ആൻസർ പറയോ? സിക്സ് 171.76 into 3 plus 111. സെക്കൻഡ് വൺ ആകുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? നിങ്ങൾ ചെയ്തെത്തിയോ? കഴിഞ്ഞ ദിവസം എന്നോട് സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ലോ ആക്കിയത്. എത്തിയോ നിങ്ങളിത്?
671.76 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എന്താ, ഈ റെക്റ്റാങ്കിളിന്റെ സെൻട്രോയിഡ്. ഈ റെക്റ്റാങ്കിൾ ആണ് നമ്മളുടെ 1. അപ്പൊ അതിന്റെ സെൻട്രോയിഡ്. ഓക്കെ. ദെൻ 1 എന്ന് പറയുമ്പോൾ ഏതാ, സെക്കൻഡ് വണ്ണിന്റെ എന്താ സെൻട്രോയിഡ് വരുന്നത്? നിലേഷ് ചെയ്ത് കഴിഞ്ഞോ? ഫോർ പ്ലസ് 2/3. 4+2/3. ഞാൻ ഓഡിബിൾ ആണോ? നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഞാൻ ചെയ്തത് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അങ്ങനെ തോന്നിയിട്ട് മിണ്ടാതിരിക്കുവാണെങ്കിൽ പോലും പറയൂ. എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത്. ഇനി മിസ്റ്റേക്ക് ഉണ്ടോ? വേറെ ഉത്തരമാണോ നിങ്ങൾക്ക് കിട്ടിയത്? ചാറ്റ് ബോക്സിലെങ്കിലും ഇടുവോ? നമുക്ക് ടൈം തീരാറായി ഈ ഒരു ഇതിന്റെ. എനിവേ ഞാൻ ആൻസർ എഴുതാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇതല്ല നിങ്ങൾക്ക് കിട്ടിയത് എങ്കിൽ നമുക്ക് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചോദിക്കുക നിങ്ങൾ. ഇതെല്ലാം കൂടെ ഉള്ള ചോദ്യം വളരെ വിരളമായിട്ടാണ് കാണാറുള്ളത്. എനിവേ നിങ്ങൾ ടീച്ചർ ചെയ്തേക്കുന്നത് നല്ലൊരു ഇതാണ്. ടു 2.515 ആണോ ഫൈനലി? ഈ ആൻസർ ആണോ അല്ലയോ അതെങ്കിലും ഒന്ന് പറയൂ. നിലേഷിന് ആൻസർ കിട്ടിയ എന്തുവാ? വെരി ഗുഡ്. അടുത്ത കാൽക്കുലേറ്റർ ഉള്ള ആരെങ്കിലും? 2.5 തന്നെ. 2.5 തന്നെയാണ്. ആരാ ഇപ്പൊ പറഞ്ഞേ? എന്നിട്ടാണ് മിണ്ടാതിരുന്നത്. ഇപ്പൊ ചെയ്ത് വന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർചാർജ് വെച്ച് വെള്ളവും വെച്ച് സിയും ഉള്ള ഒരു 3-4 ടൈപ്പ് സാധനം കൂടെ ചേർത്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇത് നല്ലൊരു ക്വസ്റ്റ്യനാ. നിങ്ങൾ ടീച്ചറിനോട് ചോദിക്കണം, ഇവിടെ ഗാമ ഡാഷ് വേണ്ടി ഗാമ സാറ്റ് സെപ്പറേറ്റ് തരണ്ടേ അതോ സെയിം ആണോ എടുക്കുന്നതെന്ന് ഈ ഒരു കാര്യം ചോദിക്കണം നിങ്ങൾ. കേട്ടോ? ആ ഒരു കാര്യമുള്ള എനിക്കൊരു കൺഫ്യൂഷൻ. അതോ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് മീറ്റിംഗ് എൻഡ് ചെയ്യാറായി. ഇപ്പൊ നമുക്ക് 2 ചോദ്യം കൂടെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് നെക്സ്റ്റ് ഇതിൽ. അതിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ആയിക്കോളും. ഓക്കെ. അപ്പൊ അടുത്തതിൽ എല്ലാവരും ജോയിൻ ചെയ്യണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഈ ഒരു സെഷനും കൂടെ ഉള്ളൂ. ഡെറിവേഷൻ എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് അയക്കാം. ഏതാ നിങ്ങൾക്ക് എന്തോ ഡെറിവേഷൻ ഒന്നുകൂടെ പറയണമെന്ന് പറഞ്ഞെല്ലാം റെക്കോർഡ് ചെയ്ത് അയക്കാം. നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. പ്രോബ്ലം ഈ ഒരു ഐഡിയ ഇപ്പം മനസ്സിലായ സ്ഥിതിക്ക് എന്തായാലും മനസ്സിലായിക്കോളൂ അത് ഡെറിവേഷൻ കാണുമ്പോൾ. ഓക്കെ. ഇതിപ്പോ എൻഡ് ആവും. +1 മിനിറ്റ്. നാളെ ഫൗണ്ടേഷൻ ആയിരിക്കും. ഫൗണ്ടേഷന്റെ ലെക്ചേഴ്സ് ആയിരിക്കും. ഓക്കെ. ഇനി അനഘ ഇനി തൊട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ അനഘയ്ക്ക് റെക്കോർഡഡ് വീഡിയോ കൊടുക്കാം.